നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായിട്ടാണ് സംസാരിക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയാണ്. പക്ഷേ അതിലേറ്റവും ഗുരുതരമായ ഒരു വശം അത് അധികം ആരും ചർച്ച ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ വിഷയത്തെക്കുറിച്ചൊന്ന് പറയണമെന്ന് തോന്നി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വെറും തിരക്കഥ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സർക്കാരിൻ്റെ തിരക്കഥയാണ് എന്നുള്ളത് ഏകദേശം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു ഭരണകൂടം അതിൻ്റെ അന്വേഷണ സംഘങ്ങളെ അവർക്ക് എതിരാളികളായവരെ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും ഗുരുതരമായ ഒരു വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഗർഭചിത്രത്തിൻ്റെ ഒരു ഓഡിയോ നമ്മൾ പുറത്ത് കേട്ടിരുന്നു. ആ ഓഡിയോയിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ സമീപിക്കുന്നു, പരാതിയില്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരു IPS ഉദ്യോഗസ്ഥ 3 തവണ ആ പെൺകുട്ടിയെ വിളിച്ച് ചോദിക്കുകയാണ് പരാതി നൽകാമോ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഒരു മാധ്യമ വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എല്ലാ മീഡിയകളിലും വന്നൊരു വാർത്തയാണ്. അപ്പോൾ ഒന്ന് ഓർത്തു നോക്കുക, അവർക്ക് പരാതി ഇല്ല എന്ന് ആ പെൺകുട്ടി പറയുന്നു, എന്നാൽ വിടാതെ വീണ്ടും അവരെ പിടികൂടുന്നു. ഒടുക്കം ഒന്നും കിട്ടുന്നില്ല, രാഹുലിനെ കൊടുക്കാൻ ഒരു വഴിയുമില്ല എന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിൽ ഉടനെ ഒരു IPS ഉദ്യോഗസ്ഥയെ അതിനുവേണ്ടി നിയോഗിക്കുകയാണ്. അതായത് ഇമ്മാതിരി ഇക്കിളി കഥകൾക്ക് വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരെ ഈ ആഭ്യന്തര വകുപ്പ് ഇറക്കുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വലിയ നാണം കെട്ട കളിയാണ്. അതായത് രാഹുൽ വിഷയത്തിൽ നമ്മൾ പലതവണ പറഞ്ഞു കഴിഞ്ഞതാണ്, അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷെ നമ്മളതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 പേർ തമ്മിലുള്ള വ്യക്തിപരമായ കാര്യത്തിൽ നമുക്ക് ആർക്കും അതിൽ ഇടപെടാൻ കഴിയില്ല. ആ പെൺകുട്ടിക്കും പുറത്ത് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, ഇവർ 2 പേരും തമ്മിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ ആ പെൺകുട്ടി പരാതിയില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ എനിക്ക് എത്ര സെക്കൻഡ് വേണമെന്ന് പറയുന്ന ഒരാളെ എന്തുകൊണ്ട് അയാൾക്കെതിരെ ഈ പെൺകുട്ടി പരാതി പറയുന്നില്ല? അപ്പോൾ അത് അവർ ദേഷ്യം വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ചില വാക്കുകളാണ്. ആ ഓഡിയോയിൽ നമ്മൾ വ്യക്തമായി കേട്ടതാണ്. രാഹുൽ ആ കുട്ടിയുടെ പിതാവ് ഞാനല്ല എന്ന് രാഹുൽ ഒരിടത്തും പറയുന്നില്ല. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അവിടെയാണ് വീണ്ടും ഇതുപോലെ ഒരു തുമ്പും പാലും ഇല്ലാത്ത ഒരു കേസിൽ ക്രൈംബ്രാഞ്ച് പൊളിഞ്ഞടുങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. ബംഗളൂരുവിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു. ആദ്യം പറയുന്നു ഗർഭചിത്രം അവിടെ നടത്തിയെന്ന്, പിന്നെ പറയുന്നു അല്ല ഇവിടെ ഗുളിക കൊടുത്തതാണ്. എന്നാൽ ആ ഗുളിക കിട്ടിയത് എവിടെ നിന്നാണെന്നറിയാൻ ഗുളികയുടെ വാലും തുമ്പും അന്വേഷിക്കാൻ പോകുന്നു, മെഡിക്കൽ സ്റ്റോറുകൾ കയറി ഇറങ്ങുന്നു. ഇത്തരത്തിലുള്ള നാണം കെട്ട കളികൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അവിടവും കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വരുന്നത് ഒരു IPS ഉദ്യോഗസ്ഥയെ ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കണം, എത്രത്തോളം നാണം കെട്ട കാര്യങ്ങളാണ് ഈ കേരളത്തിൽ ഈ വിഷയം രാഹുലിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ജനങ്ങൾ ഒപ്പം നിൽക്കുന്നതും. ആദ്യമൊക്കെ അയാളൊന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിൽ വീടിനകത്ത് തന്നെ അടച്ചുപൂട്ടിയിരുന്ന ഒരു രാഹുലിനെ നമ്മൾ കണ്ടതാണ്. അന്ന് റിനി ഉൾപ്പെടെയുള്ള ആൾക്കാർ പല വേദികളിലും പങ്കെടുക്കുന്നു, CPM അവർക്ക് വേദി ഒരുക്കി കൊടുക്കുന്നതൊക്കെ കണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കഥയാകെ മാറിയില്ലേ, രാഹുൽ ഓടി നടന്ന് ഉദ്ഘാടനങ്ങൾ നടത്തുകയാണ്. ഇപ്പോൾ മറിച്ച് ഈ കള്ളപ്പരാതി പറഞ്ഞവർക്കൊക്കെ വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് ഈ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുത്. ജനങ്ങൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകവും ബോധവും ഒക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ക്ഷമയെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഒരു പരിധിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ റിയാക്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ റിയാക്ട് ചെയ്ത് തുടങ്ങുന്നത് പിടിച്ചു നിൽക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. CPMൻ്റെ കളിയായിരുന്നു ഇതിലുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായി ഏകദേശം ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഷാഫി, രാഹുൽ അതാണ് അവരുടെ എതിരാളികൾ. വരും കാലത്ത് ചിലപ്പോൾ മുഖ്യമന്ത്രിമാർ വരെ ആകാൻ സാധ്യതയുള്ളവരാണ് ഇരുവരും. അതുകൊണ്ട് തന്നെ അവരെ മുച്ചൂടുമില്ലാതാക്കണം, അതാണ് ഇവരുടെ ആവശ്യം. രാഹുൽ കഴിഞ്ഞ ദിവസം രാഹുലിൻ്റെ ചില ഗ്രൂപ്പുകളിലൊക്കെ വന്നൊരിതുണ്ട്. അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വരെ നീക്കം നടന്നു. അപ്പോൾ അയാളുടെ ഫോൺ ചോർത്താനുള്ള ശ്രമങ്ങൾ നടന്നു എന്നൊക്കെ പറയും. എത്ര ഗുരുതരമായ വിഷയമാണ് അതൊക്കെ. ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു കേസിലാണ് പോലീസ് ഇങ്ങനെ കിടന്ന് ഓടുന്നത്. അല്ല പ്രശോഭ, ഈ പറഞ്ഞതുപോലെ IPS ഉദ്യോഗസ്ഥയല്ല, അതിലും മുകളിലുള്ള ആരെ കൊണ്ടാണെങ്കിലും പിണറായി അത് സാധിച്ചെടുക്കും. കാരണം ഇത് വാക്ക് കൊടുത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ഒരുപക്ഷെ റിനിക്ക് ഉൾപ്പെടെയുള്ള ഇരകളെന്ന് നമ്മൾ പറയുന്ന ആ സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടി പിണറായി വിജയനാണ് വാക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല, ഞാൻ നിങ്ങളോട്
തങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ള തരത്തിൽ വാക്ക് കൊടുത്തേക്കുന്ന പിണറായി വിജയൻ ഇപ്പോൾ അങ്ങ് പൊട്ടും, ഇപ്പോൾ രാഹുലിനെ എടുത്തിട്ടങ്ങ് മറിച്ചിടാം, കോൺഗ്രസിനെ അട്ടപ്പടലം തേക്കാം എന്ന് വിചാരിച്ച പിണറായി വിജയന് അവിടെ എന്താ പറയുന്നേ അടിപതറിപ്പോയി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ രാഹുലിൻ്റെ വിഷയം കത്തിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ അത് നടന്നില്ല. കാരണം പ്രക്ഷോഭ പറഞ്ഞതുപോലെ ഇത് ജനാധിപത്യ രാജ്യമാണ്. പ്രത്യേകിച്ചും മലയാളികൾക്കറിയാം എന്തൊക്കെയാണ് ശരി, എന്തൊക്കെയാണ് തെറ്റ്, എവിടെയാണ് പാളിയത് എന്നുള്ളത്. നമ്മൾ രാഹുൽ മുഴുവനായും ശരിയാണെന്ന് പറയുന്നില്ല. ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ട് സ്വകാര്യ ജീവിതത്തിൽ, അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രം അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. അത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ആൾക്കാരോ BJP-ക്കാരോ അല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് ക്യാമറ കണ്ണുകൾ കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലെ ഫോൺ ടാപ്പ് ചെയ്ത് അതിലെ ചില കാര്യങ്ങളൊക്കെ ചോർത്തി മാധ്യമങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ പച്ചവെള്ളം കുടിക്കുന്ന മലയാളികൾക്കറിയാം എന്താണെന്നുള്ളത്. ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയാം എന്താണ് പ്രണയവും പ്രണയ നൈരാശ്യവും ബ്രേക്കിങ്ങും അല്ലെങ്കിൽ ഈ പറയുന്ന സിറ്റുവേഷൻഷിപ്പ് ഉൾപ്പെടെയുള്ള യുവാക്കളുടെ ഇടയിൽ രാഹുൽ മാങ്കൂട്ടൻ സന്യാസിയൊന്നും അല്ലല്ലോ, തനി പക്ക രാഷ്ട്രീയക്കാരനാണ്, സാധാരണ മനുഷ്യനാണ്, അദ്ദേഹത്തിന് വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു കയറി ഈ IPS ഉദ്യോഗസ്ഥ 1 അല്ല 9 തവണയും പിണറായി വിജയൻ ഇനിയും വിട്ടെന്നിരിക്കും. കാരണം ഇപ്പോൾ ഈ ഇടയ്ക്കൊരു വാർത്ത വന്നത് ശരിയാണ്, രാഹുലിൻ്റെ ഫോൺ ചോർത്തപ്പെടുന്നു എന്നുള്ള തരത്തിൽ ഫോൺ ചോർത്തിക്കൊണ്ട് അത് CPM-ലെ തന്നെ ചില CPM-നോട് അനുഭാവമുള്ള ചില ഉദ്യോഗസ്ഥരെ ഇതിനായിട്ട് നിയോഗിച്ച് രാഹുൽ പോകുന്ന വഴി ഇനി ബാത്റൂമിൽ കയറിയാൽ അവിടെയും ചെന്ന് പരിശോധിക്കണം എന്നുള്ള രീതിയിൽ വിട്ടിരിക്കുകയാണ് CPM. കാരണം ഇനി അവർക്ക് ഷാഫിയെ നേരിടാൻ പറ്റില്ല, അല്ലെങ്കിൽ ഷാഫിയോട് എതിർത്ത് ഒന്നും ചെയ്യാൻ സംഭവിക്കത്തില്ല. പേരാമ്പ്ര കലാപം അതിപ്പോൾ ബൂമറാങ് പോലെ പോലീസിനും CPM-നും അടിപതറിയിരിക്കുകയാണ്. മാത്രമല്ല പിന്നീട് വേറെ ഒന്നും ഇവർക്ക് ഈ പ്രതിപക്ഷത്തിനിട്ട് കൊട്ടാൻ ഒന്നുമില്ല. അപ്പോൾ വീണ്ടും രാഹുലാണെങ്കിൽ ഒറ്റയാൾ പട്ടാളമാണല്ലോ, ഇപ്പോൾ ആരുമില്ല, കോൺഗ്രസ്സിലും ഒന്നുമില്ല, ഇല്ല പറയുന്ന ആരാൻ്റെ നെഞ്ചത്തോട്ട് എന്തും കയറാന്നുള്ള രീതിയിൽ എന്നാൽ പിന്നെ രാഹുലിന് ഇരിക്കട്ടെ. രാഹുലിൻ്റെ നേർക്കാണെങ്കിൽ കുറച്ചൊക്കെ കോൺഗ്രസിനും കൊള്ളും, ഈ പറയുന്ന ജനങ്ങളൊക്കെ അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്യും. പക്ഷെ ഇനി എത്ര പെൺമിഷി ഇനി രാഹുലിൻ്റെ ഫോട്ടോ എടുത്ത് പതിപ്പിച്ച് കൊണ്ടുവന്നിട്ടാലും ജനങ്ങൾ പുച്ഛഭാവത്തോടെ ഇനി ഇത് കാണത്തുള്ളൂ. കാരണം ഇനി സ്ത്രീകളെ വെച്ച് ഇവർക്കൊന്നും, കാരണം ഉമ്മൻചാണ്ടിയുടെ കാലത്തോളം അത് ജനം വെറുത്തു കഴിഞ്ഞു. ഇനി ഒരു സ്ത്രീകളെ വെച്ച് കോൺഗ്രസ് നേതാക്കളെ ആക്രമിക്കാന്ന് വെച്ച് നടക്കത്തില്ല. ഇനി ശരിയായിട്ടൊരു സ്ത്രീ ഒരു പക്ഷേ നീതിക്ക് വേണ്ടി യാചാൽ പോലും ഒരു പക്ഷേ മലയാളികൾ ആദ്യമൊന്നും വിശ്വസിച്ചില്ല എന്ന് വരും. അത് ഉണ്ടാക്കിയെടുത്തത് ഒരുപക്ഷെ CPM-ലെ ഈ നേതാക്കന്മാർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ രാഹുൽ ഈ പറയുന്നത് പോലെ റിനിയുടെ ഇടയ്ക്കൊരു ഞാൻ ഒരു വാർത്താ മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂ ഞാൻ കണ്ട്. അതിനകത്ത് റിനിയോട് അവതാരകൻ ചോദിക്കുന്നുണ്ട് ഇത് എന്ന് മുതലാണ് നടന്നത്, എങ്ങനെയാണ് ചാറ്റ് ചെയ്തത്. ഞാൻ ആദ്യം ചാറ്റ് ചെയ്തു, ഞങ്ങൾ ആദ്യമേ തന്നെ എനിക്ക് പ്രശ്നമായിരുന്നു, ആദ്യമേ തന്നെ എനിക്ക് തോന്നി ഇങ്ങനെ സംസാരം ഇങ്ങനെയാണ്, ആദ്യമേ തന്നെ എനിക്ക് തോന്നി അതിൽ ചില പിശകുകേടുകൾ ഞാൻ കണ്ടെത്തിയിരുന്നു. അപ്പോൾ 3.5 വർഷമാണ് ആദ്യത്തെ ചാറ്റിൽ തന്നെ തോന്നി എന്ന് പറയുന്നിടത്ത് ആദ്യത്തെ ചാറ്റിൽ അങ്ങനെ തോന്നിയെങ്കിൽ വെറും സൗഹൃദമോ ഒന്നുമില്ലാത്ത റിനിക്ക് അത് ഒഴിവാക്കാമായിരുന്നല്ലോ. ഈ 3.5 വർഷം കഷ്ടപ്പെട്ട് ഒരു സുഹൃത്തിനെന്ന രീതി, സുഹൃത്തായിട്ടില്ല, ആദ്യത്തെ ദിവസം തന്നെ സുഹൃത്തായിട്ടില്ല, എന്നാൽ പിന്നെ സുഹൃത്തിനെ നന്നാക്കാൻ നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് അപാകത. അതുകൊണ്ടാണല്ലോ ഒരു ലോക്കൽ പെറ്റീഷൻ പോലും തയ്യാറാക്കാൻ പോലീസിന് കഴിയാത്ത, ക്രൈംബ്രാഞ്ചിന് കഴിയാത്ത, IPS ഉദ്യോഗസ്ഥർക്ക് കഴിയാത്തത്. അപ്പോൾ അവർക്കൊക്കെ നിയമവശങ്ങൾ അറിയാം. അതുപോലെ തന്നെ ഹണിയാണെങ്കിലും അവന്തികയാണെങ്കിലും എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് കേസ്, അതിലൊന്നും ഒന്നുമില്ല. ഈ പറയുന്നത് പോലെ രാഷ്ട്രീയ നേതാക്കന്മാരെ അങ്ങോട്ട് ചെന്ന് ഇടിച്ചു കയറി മിണ്ടാനും സൗഹൃദം സ്ഥാപിക്കാനും സിനിമാ നടന്മാരുടെ അടുത്ത് സൗഹൃദം സ്ഥാപിക്കാനും ചെന്നിട്ട് അയ്യോ പോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സൗഹൃദം ഒന്നേ നിലനിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുക. അതിനുശേഷം മറുഭാഗത്ത് ഇട്ട് കുത്തുന്നത് ശരിയല്ല. പിന്നെ ഇന്ന് രാഹുലിൻ്റെ വ്യക്തി ജീവിതത്തിൽ നടന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പ് അത് ഇപ്പോഴും എന്താ പറയുന്നത് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് രാഹുലിൻ്റെ കല്യാണം അറിഞ്ഞായിരുന്നോ? ഈ പെൺകുട്ടിയെ തന്നെ കിട്ടിയ അതും ഇപ്പം പ്രശ്നമായിരിക്കുക. ആ പെൺകുട്ടിയെ ഇപ്പം കറക്റ്റായി. എന്നാൽ പിന്നെ ആ പെങ്കൊച്ചിനെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അതിന് ഈ നാട്ടുകാർ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഏതായാലും അത് രാഹുലിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. ഇപ്പോൾ ആദ്യമൊക്കെ ഈ രാഹുലിൻ്റെ വിഷയം വന്നതിന് ശേഷം ഈ യുവനടിക്ക് ഉൾപ്പെടെ നിരവധി ഈ പറയുന്ന പ്രചാരണങ്ങളും പിന്നെ ഈ പറയുന്ന പലയിടത്ത് ഇനോഗ്രേഷൻസും അങ്ങനെ പല കാര്യങ്ങളും അങ്ങ് പറന്ന് നടക്കുക. പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ തലത്തിലുള്ള പല ഈ പരിപാടികൾക്കും ഈ പറയുന്ന യുവനടി
ഉണ്ടായിരുന്നു, പിന്നീട് ഇപ്പോൾ കാണുവാനില്ല എന്നുള്ളതാണ്. ഇനി എവിടേക്ക് പോയി എന്നുള്ളത് അറിയില്ല. ഇടയ്ക്ക് CPM-ലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ചൂട് മാറുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നിരുന്നു. പിന്നീട് അതിന് ശേഷം കാണുന്നില്ല എവിടെ പോയി എന്ന്. പക്ഷെ ഇപ്പോൾ പാലക്കാടുകാർ ഇനി ഒരു കൊച്ചിൻ്റെ കാതുകുത്തലുണ്ടായാലും രാഹുലിനെ വിളിക്കുന്ന ഒരു പരിപാടിയിലേക്ക് പോയി. അത്രയ്ക്ക് പാലക്കാട് രാഹുൽ ഇല്ലാത്ത ഒരു ഇനോഗ്രേഷൻ അവിടെ ഇല്ല. എന്നാൾ തന്നെ NSSന്റെ ഒരു പരിപാടിയിൽ രാഹുൽ പങ്കെടുത്തു. NSSന്റെ തന്നെ ഒന്ന് ആലോചിച്ചു, അടൂരിൽ. അതെ NSSന്റെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ അവര് ഉദ്ഘാടകനായിട്ടാണ് വിളിച്ചത്. അതെ, വിളിച്ചത്. അപ്പോൾ രാഹുൽ പറഞ്ഞ 19 കല്യാണങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ വന്നതെന്ന്. അപ്പോൾ അത്രയേറെ ജനം പിന്തുണയ്ക്കുന്നുണ്ട്. മാത്രമല്ല നല്ല പ്രവർത്തനങ്ങളാണ് തന്നെയല്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു കേസ് ഇല്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു പ്രശസ്തിയേക്കാൾ പിന്തുണയേക്കാൾ ഇപ്പൊ കൂടി. അതിനൊരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പറയുന്ന സർക്കാരിനോടും പോലീസിനോടും രാഹുൽ ഇപ്പം അവസാനത്തെ മറ്റേ റോഡിന്റെ ഉദ്ഘാടനത്തിന് വന്നപ്പം പറഞ്ഞെന്താണ്, നാളെ അംഗനവാടി പരിപാടിയുണ്ട്, മറ്റന്നാൾ ഇന്ന പ്രോഗ്രാമുകളുണ്ട്, എല്ലാത്തിനും ഇത്തരത്തിൽ വന്ന് നിങ്ങളൊന്ന് ഉദ്ഘാടനം ഒന്ന് അടിപൊളിയാക്കി തരണം എന്ന് അങ്ങോട്ട് പറയും. കാരണം ഇത് പേയ്മെന്റ് ഇല്ലാതെ, അല്ലാതെ PR വർക്ക് ഇല്ലാണ്ട് മാധ്യമങ്ങൾ മൊത്തം ലൈവായിട്ട് ഉദ്ഘാടനം. കാരണം അവിടെ റോഡ് നിർമ്മിക്കുന്നു, അംഗനവാടി നിർമ്മിക്കുന്നു, ഹോസ്പിറ്റൽ നിർമ്മിക്കുന്നു, പിന്നെന്താ വേറെ സ്റ്റേഡിയം നിർമ്മിക്കുന്നു എന്ന് വേണ്ട, രാഹുൽ അവിടെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് പാലക്കാട്ടെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒന്ന് സ്വതന്ത്രനായിട്ട് ഇന്നപ്പോലും രാഹുലിനെ ജയിപ്പിച്ചെടുക്കും. കാരണം അവർക്ക് വേണ്ടത് നല്ലൊരു MLA ആണ്. നമ്മുടെയൊക്കെ MLA കണി കണ്ടിട്ട് കാലം കുറയായി പ്രക്ഷോഭ, സത്യം പറഞ്ഞാൽ ചിലയിടത്ത് MLA-മാരെയൊക്കെ. അപ്പോൾ രാഹുൽ അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തോരം ഉദ്ഘാടനങ്ങൾ, ഈ ഉദ്ഘാടനങ്ങൾ വെറുതെ ഉണ്ടാകത്തില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങളെല്ലാം നേരിട്ടിരുന്ന സന്ദർഭത്തിലും അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ റോഡ് അദ്ദേഹം 1 മാസത്തിനകത്താണ് ഇത്രയും ഉദ്ഘാടനങ്ങൾ വന്നത്. അപ്പോൾ അതിന് മുന്നേ അദ്ദേഹത്തിന് അവിടെ കൃത്യമായി അദ്ദേഹം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം, പിന്നെ അംഗനവാടി മാത്രമല്ല പല ഹോസ്പിറ്റല്, സ്കൂള്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം അവിടെ പ്രവർത്തനം സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് കൊടുമ്പിരി കണ്ട് കണ്ണു മഞ്ഞളിച്ചിട്ടൊന്നും സഖാക്കന്മാർ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല, വീഴ്ത്താന്ന് വെച്ചാൽ നോക്കാം. ഷാഫി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇന്നും ഒരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ IPS ഉദ്യോഗസ്ഥരെയൊക്കെ 3 തവണ ചോദ്യം ചെയ്യാൻ, ഈ സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ചോദ്യം ചെയ്യാൻ ആ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MPയെ കണ്ണും ഈ പറയുന്ന മൂക്കും ഒക്കെ പൊട്ടിച്ച തൊട്ടടുത്ത് നിന്ന പോലീസുകാരനോ പോലീസിൻ്റെ വേഷം കെട്ടി വന്ന് ഗുണ്ടെ ആരോ വയ്ക്കട്ടെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്രൈംബ്രാഞ്ചൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതിനൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല. ഒരു MPക്ക് നേരെയാണ് ഇത്തരത്തിൽ വലിയൊരു ആക്രമണം ഉണ്ടായത്. അത് സ്ഫോട വസ്തു വരെ എറിഞ്ഞെന്ന് പറഞ്ഞ് എന്നിട്ട് അതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലീസുകാർ വെറും എവിടെയോ അബോർഷൻ നടക്കുന്നു, കുൽസിതങ്ങൾക്ക് ഇടയിൽ, പെണ്ണുങ്ങളുടെ ഇടയിൽ പോയി IPS ഉദ്യോഗസ്ഥരെ പോലെ ഉള്ളവരെ പോയി ഒന്ന് പരാതി കൊടുക്കൂ, ഒന്ന് പരാതി തരുമോ, രാഹുലിനെതിരെ ഒന്ന് പരാതി തരുമോ, അവരുടെ വീട്ടു പഠിക്കൽ എന്തിനാണോ എന്തോ പോകുന്നത്. നാണം കെടാൻ വേറൊന്നും മാർഗമില്ല. എന്തിനാ നമ്മുടെ പോലീസുകാരെ കൂടുതൽ കുറ്റം പറയുന്നത്? ഇന്ന് രാഷ്ട്രപതി ഇറങ്ങിയിട്ട് തള്ളേണ്ടുന്ന അവസ്ഥ, ഹെലികോപ്റ്റർ തള്ളേണ്ടുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം. ഇവിടെ ഗുരുതരമായ ഒരു വിഷയം എന്ന് പറയുന്നത്, അതായത് അന്വേഷണ സംഘങ്ങളെ ഈ പറയുന്ന പോലെ തന്നെ ഇവരുടെ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നു. ഒന്ന് ഓർത്ത് നോക്കുക, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ എത്രത്തോളം കേസുകളാണ് കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിന് വേണ്ടി എത്ര പോലീസുകാരെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആ സമയം അത്രയും വേസ്റ്റായി. അത്രയും ദിവസങ്ങൾ ആ പോലീസുകാർ സ്വതന്ത്രമായി ജോലി ചെയ്യേണ്ട അവരുടെ പ്രവർത്തനം എല്ലാം നിലച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഇക്കിളി കഥയ്ക്ക് പിന്നാലെ അവർക്ക് പോകേണ്ടി വരുന്നത്. അവിടെയാണ് ഒരു IPS ഉദ്യോഗസ്ഥ വരെ ഇതിൽ ഇറങ്ങി എന്ന് നമ്മൾ കേൾക്കുന്നത്. നാണംകെട്ട രാഷ്ട്രീയം, നാണംകെട്ട ഒരു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇവിടെ കോഴിക്കോട് പാളയം മാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന് പോയിരുന്നു. അന്ന് അവിടെ വലിയ രീതിയിലാണ് പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ഇത് ഒരു കുത്തക ഭീമൻ എഴുതി കൊടുക്കുകയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് മുഖ്യമന്ത്രി ആ പ്രതിഷേധങ്ങൾ അവിടെ നടക്കുമ്പോഴും അത് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ എന്താണെന്നറിയാമോ? ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ മത്സരമുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ വികസനത്തിനൊപ്പം നിൽക്കുക. ഇതാണ് ഇവർ കാണിച്ചു കൊടുക്കുന്ന വികസനം. IPS ഉദ്യോഗസ്ഥരെയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും ഇറക്കി ഇമ്മാതിരി പാവാട കഥയ്ക്ക് പിന്നാലെ പോകണമെന്ന് പറയുന്നതാണല്ലോ വികസനം. അതുകൊണ്ട് അതിനൊക്കെ ഒപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഇമ്മാതിരി കഥകൾക്ക് ഇവരൊപ്പം നിൽക്കണമെന്ന്. അപ്പോൾ ഇത് അതും പോട്ടെ, ഇവരുടെ തന്നെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്തയാണ്. അതായത് ഇവരുടെ തന്നെ ഒരു നേതാവിന്റെ മകളെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്. അതായത് ഒരു അന്യമതസ്ഥനെ ഇഷ്ടപ്പെട്ടു പോയത് കൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് വന്ന വാർത്ത ആ പെൺകുട്ടിയോട് പറഞ്ഞത് എന്താണ്? കമ്മ്യൂണിസം ഒക്കെ വീടിന് പുറത്ത് മതി, വീടിനകത്ത് വേണ്ട. അപ്പൊ അവർക്ക് അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ
പൊള്ളും. ബാക്കിയുള്ളവർക്ക് എന്ത് വന്നാലും നമുക്കത് വിഷയമല്ല. അതും പോരാഞ്ഞിട്ട് ഇപ്പൊ ഈ പറയുന്നല്ലോ, ഈ രാഹുൽ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച ആർജവം കാണിച്ച സർക്കാർ കഴിഞ്ഞ ദിവസം സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് എന്താണ് കാണിച്ചത്? ഇടുക്കിയിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ അവിടുത്തെ വലിയ ദുരിതത്തിലൂടെയാണ് ആ കുട്ടികൾ കടന്നു പോകുന്നത്. അവര് സമരം ചെയ്തു. ഈ സമരം എന്ന് കേൾക്കുമ്പോൾ മറ്റേ ആവേശം കൊള്ളുന്നവരൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ സമരം കാണുമ്പോൾ പേടിക്കുന്നത്. ഇവരുടെ CV വർഗീസ്, ഇടുക്കിയുടെ ജില്ലാ സെക്രട്ടറി, പറഞ്ഞത് എന്താണ്? നിനക്കൊക്കെ വേണമെങ്കിൽ പഠിച്ചാൽ മതി, കൊണ്ടുവരാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്ക് ഈ കോളേജ് പൂട്ടിക്കാം. CV വർഗീസിന്റെ തറവാട്ടിൽ നിന്നായിരുന്നോ ഈ പറയുന്ന ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് എടുത്തത്? അത് ഇവരുടെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവിന്റെ കീശയെന്നോ അല്ലെങ്കിൽ AKG സെന്ററിൽ നിന്നോ എടുത്താണ്? ഇവിടുത്തെ ജനങ്ങളുടെ നികുതി കാശ് കൊണ്ടുണ്ടാക്കിയ സാധനമാണെന്നേ. അവിടെ വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇറങ്ങി പോകുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ CV വർഗീസ് ഗുണ്ടായിസം ഒക്കെ CV വർഗീസ് കയ്യിൽ വെക്കുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, KSU പ്രവർത്തകർ എന്നുള്ള രീതി അവരോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകൾക്ക് വേണ്ടി നിങ്ങൾ കൊടി പിടിക്കണം. അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവരുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പെണ്ണുകേസിൽ ഉൾപ്പെട്ട ആളാ ശശി. KTDC ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന വേറെ PK ശശി കേസിലാണ്. തൊട്ട് തുടങ്ങിയ പിന്നെ അങ്ങ് വരെ പറയേണ്ടി വരും. അത് പോട്ടെ. എനിക്ക് CV വർഗീസിനോടൊക്കെ പറയാനുള്ള, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇടുക്കിയിലെ പാർട്ടി ഓഫീസിലെ പെണ്ണുങ്ങൾക്കെങ്കിലും സുരക്ഷ ഒരുക്കിയിട്ട് വേണം ബാക്കിയുള്ളവരുടെ സുരക്ഷ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ. അവിടെയാണ്, ഇടുക്കിയിലാണ് ഒരു DYFI നേതാവ് ഈ പറയുന്ന ഒരു വീട്ടമ്മയെ ചെന്ന് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത് ആ വീട്ടമ്മ പോയി കേസ് കൊടുത്തിട്ട് എന്തായോ എന്തോ. അപ്പൊ അവരുടെ നേതാക്കന്മാർ ഇത്തരത്തിലാണ്. നമ്മൾ ഇങ്ങേയറ്റം മുതൽ തുടങ്ങി അങ്ങേയറ്റം വരെ പറയേണ്ടി വരും. അത് സമയമില്ല. അപ്പൊ അതാണ് ഈ CV വർഗീസ് ഈ എല്ലാരെയും അങ്ങ് മറ്റേ ഉദ്ധരിക്കാൻ വരുമ്പോഴത്തേക്ക് സ്വന്തം കണ്ണിലുള്ള കോലെടുത്ത് വെച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ ഉപദേശിക്കാനും നന്നാക്കാനും ഒക്കെ. മാത്രമല്ല, ഇന്ന് അട്ടപ്പാടിയിലാന്ന് തോന്നുന്നു 127 ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഒരു ബാത്റൂം, അതായത് അവിടുത്തെ ഹോസ്റ്റലിൽ 127 പേർക്ക് ഒരു ബാത്റൂം. അത്രയ്ക്കുണ്ട് വികസനം. ആദിവാസി പെൺകുട്ടികൾ താമസിക്കുന്ന അട്ടപ്പാടി മേഖലയിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഹോസ്റ്റലുകൾ, ഇതുപോലെയുള്ള മേഖലകളെല്ലാം കാട് പിടിച്ച് കിടക്കാം. അത് പണി കഴിഞ്ഞതാണ്, എന്നാലും തുറന്നു കൊടുക്കത്തില്ല. അതിനുവേണ്ടി അവിടെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് CV വർഗീസ് സമരം ചെയ്യുന്ന പിള്ളേരോട് പറയുന്നത് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ പൂട്ടിക്കാനും അറിയാവുന്ന. ആര് കൊണ്ടുവന്നേ? നിങ്ങൾ, ഞാൻ പറയട്ടെ, ഇത് ഈ പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇവരുടെയൊക്കെ വിചാരം, ഇത് ഇവരുടെയൊക്കെ വീട്ടിൽ പിണറായി വിജയന്റെയൊക്കെ വിചാരം ഞങ്ങൾ അങ്ങോട്ട് തരുന്നത് എൻ്റെ മറ്റേ തട്ടുംപുറത്തുനിന്ന് എടുത്തുകൊണ്ട് വരുന്നത് പോലെ തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കി, ജനത്തിന്റെ കാശാണ്, അല്ലെ ജനത്തിന്റെ വെറും സേവകർ മാത്രമാണ് നിങ്ങൾ ആ കസേരയിൽ നിന്ന് ഇറങ്ങണമെന്ന് ജനം ഒന്ന് തീരുമാനിച്ച് ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ഈ പറയുന്ന CV വർഗീസ് ഒക്കെ ഇടുക്കിയിലെ വലിയ ആൾക്കാരാണ്. കാരണം ഭൂമി കയ്യേറി വെച്ചിരിക്കുന്നത് ക്വാറി മാഫിയകൾ, മണ്ണ് മാഫിയകൾ, ഇവർക്കെല്ലാം ഒത്താശ കൊടുക്കുന്നത് ഈ പറയുന്ന CV വർഗീസാണ്. അവരുടെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന്, ഭൂമാഫിയകളുടെ കയ്യിൽ നിന്ന് കൈയിട്ട് നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന CV വർഗീസ്. എന്നിട്ടാണ് CV വർഗീസ് സമരം ചെയ്യുന്ന പിള്ളേരോട് പറയുന്നത് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ പൂട്ടിക്കാൻ അറിയാമെന്നൊക്കെയുള്ള ഇമാതിരി വാചകമണിയൊക്കെ നിങ്ങൾക്ക് ഏറിപ്പോയ എത്ര നാൾ പറയാൻ കഴിയുമായിരിക്കും. ഇതൊക്കെ ഈ അധികാരവും ചെങ്കോലും ഒക്കെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു നിമിഷം വരും. അന്ന് താഴോട്ട് ഇറങ്ങും. അന്ന് ജനങ്ങൾ ഇപ്പം ആകെ ഉള്ളത് ഇങ്ങ് കേരളത്തിൽ മാത്രമാണ്. എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല എന്നുള്ളതാണ്. എന്തായാലും അല്ല, രാഹുലിന് പുറകെ ഇങ്ങനെ നടക്കുകയാണ്. ഇല്ല, മറ്റേ മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് ക്യാമറകളൊക്കെ വെച്ച് രാഹുൽ എവിടൊക്കെ പോകുന്ന പാവം പിടിച്ച അതൊരു കണക്കിൽ രാഹുലിന് മൈലേജ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രസിദ്ധിയിലോട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള വിഷയത്തിൽ നിന്ന് വളരെ ഒരു പ്രശസ്തനായിട്ട് മാറുന്നത്. എന്തായാലും അതിന് CPM-ന് രാഹുലിന് എന്നും നന്ദി ഉണ്ടായിരിക്കും. അത് എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ രാഹുലിന്റെ വാർത്തകൾ വരുമ്പോഴത്തേക്ക് എപ്പോഴും താഴെ വരുന്ന ഒരു കമന്റാണ്, രാഹുൽ സത്യത്തിൽ നന്ദി പറയേണ്ടത് സ്വന്തം അണികളോടോ പാർട്ടിയോടോ അല്ല, CPM-കാരോടും പിണറായി സർക്കാരിനോടുമാണ്. കാരണം എങ്ങും ഇല്ലാതിരുന്നെടുത്തു നിന്നാണ് ഇങ്ങ് വരെ എത്തിയത്. ഇനിയിപ്പോ താഴെ ഇറങ്ങാനും പാടാ. അല്ല, ഇനിയിപ്പോ പാർട്ടി ഇല്ലെങ്കിൽ സ്വതന്ത്രനായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജനസാഗരം രാഹുലിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. കാരണം പാലക്കാട് വല്ലാത്തൊരു ഓളം, രാഹുൽ ഓളം ഉണ്ട്. ഏതായാലും CPM കൊടുക്കുന്ന ഇനിയും ചിലപ്പം അടുത്ത IPS-കാരെ, ഇനിയിപ്പോ അടുത്ത അന്വേഷണങ്ങൾ വേണമെങ്കിൽ ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇറങ്ങും, പരാതി ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഇറങ്ങും. ഇനി വല്ല കോടികളൊക്കെ കൊടുത്ത് കൈമണിയൊക്കെ കൊടുത്ത് പരാതിക്കാരെ കൊണ്ടുവരുമോ അറിയത്തില്ല. ഏതായാലും കുറേ നടക്കുന്നുണ്ട്, പിണറായി വിജയൻ നടക്കും. പക്ഷെ എങ്ങും എത്തില്ല. നമ്മൾ ആദ്യം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം വന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ ഈ ഇടയ്ക്ക് പറഞ്ഞു, നിങ്ങളുടെയൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ,
അതങ്ങ് നടക്കും. ഒറ്റ ബാക്കി രാഹുലിന് ഇനി ആയുഷ്കാലം പറഞ്ഞാൽ മതി, അന്വേഷണം നടക്കുന്നത്. ഞാൻ ഇനി എന്ത് പറയാനാ? അത് പിണറായി സർക്കാരിന്റെ, പിണറായി പോലീസിന്റെ ക്രൈം ബ്രാഞ്ച് അന്വേഷണം നടക്കും. ഞാൻ ഇനി ഇതിക്കുള്ള എന്ത് പറയാനാ? കണ്ടെത്തട്ടെ. ഈ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അന്ന് നമ്മൾ ഇത് പറഞ്ഞതാണ്. രണ്ടാമത് പിണറായിക്ക് അടിക്കുന്ന ഏറ്റവും വലിയ അടി, പോലീസ് നാണം കെടും. ഇതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നേ. കാരണം ഇവിടെ പരാതിക്കാരില്ല, വെറുതെ ഇന്ന് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഉണ്ടാക്കാമെന്ന് സൃഷ്ടിക്കുന്നു. ഇത് എടുത്തുചാട്ടമായിരുന്നു. ഇത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെ എടുത്തുചാട്ടമാണ്. ഈ എടുത്തുചാട്ടത്തിൽ വീണുപോയത് ഒരുപക്ഷെ CPM ആണ്. കോൺഗ്രസ് പിന്നെ അതിൽ നിന്നൊന്നും മുളച്ചു പൊന്തി വരുന്നുണ്ട്. ഏതായാലും രാഹുൽ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ വരുമോ എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് തീരുമാനം എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും വന്നാൽ ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ളത് 100% ഉറപ്പായി കഴിഞ്ഞു. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.